അപ്പോൾ ഡെയിലി നിങ്ങൾ ഹാമ്പേഴ്സ് കണ്ട് മടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ട്രിപ്പ് ആക്കിയാലോ. ട്രിപ്പ് വേറെ ഒന്നുമില്ല, വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണൂർ വരെ പോയാലോ വിചാരിച്ച്. അങ്ങനെ നമ്മൾ ചിറാപ്പുഞ്ചി എഫക്റ്റ് ആയിട്ട് കണ്ണൂർ വരെ ഇറങ്ങിയതാണ് കേട്ടോ. ചിറാപ്പുഞ്ചി എഫക്റ്റിന് മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ പോകുന്നതാണ് നമുക്ക് പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളിൽ ഡ്രൈവർ ഉണ്ട്, ഉമ്മയാണ് കേട്ടോ ഡ്രൈവർ. അങ്ങനെ നമ്മൾ വയനാടിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അവിടുത്തെ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ. നമ്മൾ വെറുതെ കണ്ണൂർ പോകുന്നില്ല കേട്ടോ. കണ്ണൂരിന് എന്താ ആവശ്യം എന്നുള്ളത് ഈ വീഡിയോൻ്റെ ഫൈനൽ വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 5 മണിയാകുമ്പോഴാണ് കേട്ടോ നമുക്ക് അവിടെ എത്തേണ്ടത്. അപ്പോൾ നമ്മളൊരു 3:30 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കോഴിക്കോടിനെക്കാട്ടും അടുത്ത് കണ്ണൂരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാൽച്ചുരം വഴി ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പം കുറച്ചൊരു പാടാണെങ്കിലും വലിയ സീനൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ പാൽച്ചുരം വഴി ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ ക്ലൈമറ്റ്. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ ഇറങ്ങുന്ന ടൈം മൊത്തം കോടയും കാര്യങ്ങളൊക്കെ വന്നിട്ട് കാണാൻ തന്നെ ഭയങ്കര ഒരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. കോഴിക്കോട് ഡെയിലി കയറി ഇറങ്ങുന്നതാണ് കേട്ടോ. കാരണം എൻ്റെ കോളേജ് അവിടെയാണ്. പക്ഷേ ഇത് നമ്മൾ അങ്ങനെ പോവാറില്ല കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക്. മഴയില്ല വെയിലില്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ ചുരം ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഇറങ്ങിയ വഴിക്ക് കൊട്ടിയൂർ അമ്പലത്തിലെ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉത്സവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ ഒരു പൊരിയും പിന്നെ അനിയനെന്തോ ജംസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ്. അങ്ങനെ ഇരിക്കാൻ നമ്മളെ മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴയത്തായിരുന്നു പിന്നീടുള്ള നമ്മളെ യാത്ര. ഇപ്പോൾ പിടിയിട്ടില്ല നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മഹാൻ ഇതുവരെ പിടിയിട്ടിട്ടില്ല കേട്ടോ. കണ്ണൂരേക്ക് ഒരു ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ആരാ വരണേ ഉപ്പയാണെന്നൊന്നും. അങ്ങനെ നമ്മൾ ഇതിൻ്റെ എൻട്രൻസ് കൂടെ പോയി. ആൾ 5 മണിക്ക് ഇറങ്ങുമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് വെയിറ്റ് ആക്കണം എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ. എയർപോർട്ട് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്ക് ചെറുതായിട്ട് പിടിയിട്ടിട്ടോ എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് ഡെലിവറി എന്ന്. അപ്പോൾ എന്നോട് പറയാം ഞാൻ അത്രയ്ക്ക് പൊട്ടണമെന്നല്ല മനസ്സിലാവാണ്ടിരിക്കാനെന്ന്. നമ്മളവിടെ പോയി കാത്തുനിന്ന് ഫ്ലൈറ്റിലെ പൈലറ്റ് വരെ ഇറങ്ങി. ഉപ്പാനെ കണ്ടില്ല. അവസാനം ഉപ്പ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ചായക്കടയിൽ കയറി. അല്ലാണ്ട് അവിടുത്തെ കാര്യം ചായ കൊണ്ടു തരുമല്ലോ. ചായക്ക് നമ്മൾ എന്തൊക്കെ ഒരു കടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അനിയന് എപ്പോഴും ഇരിക്കുന്നത് ഫ്രണ്ട് സീറ്റിലാണ്. അപ്പോൾ അവനെ ബാക്കിലാക്കിയതിൻ്റെ എഫക്റ്റാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ് അവർ ഫ്രണ്ടിലിരുന്ന് കപ്പിൾസിൻ്റെ വൈബാക്കുമ്പോൾ നമ്മൾ ബാക്കിലിരുന്ന് വൈബാക്കുമായിരുന്നു കേട്ടോ. പിന്നെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉത്സവത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയതാണ് റേറ്റ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിക്കാൻ. ഒക്കെ ഡബിൾ റേറ്റ് ആണ് കേട്ടോ. അതേ നമ്മൾ രാത്രി വരുന്ന വഴിക്ക് ഒരു നെയ്പത്തിരിയും കുറച്ച് ചിക്കൻ കറിയും പിന്നെ പൊറോട്ട നെയ്ച്ചോറ് അങ്ങനത്തെ ഒക്കെ വാങ്ങി അത്രേ ഉള്ളൂ.